ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കി റബ്ബിന്റെ തൃപ്തിക്ക് അനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലിന്റെ സ്വഹാബിമാരിൽ പ്രമുഖനായ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരിൽപ്പെട്ട സ്വഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് രണ്ട് കല്ലുകൾ പരസ്പരം ചേർത്ത് പിടിക്കുകയും എന്നിട്ട് അദ്ദേഹം അവരോടായി ചോദിക്കുകയും ചെയ്തു, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ, ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ നിങ്ങൾ പ്രകാശം കടന്നു വരുന്നത് കാണുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, യാ അബാ അബ്ദില്ല, അല്ലയോ അബു അബ്ദില്ല, മാ നറാ ബൈനഹുമാ മിനൻ നൂരി ഇല്ലാ ഖലീല, ഞങ്ങൾ ആ രണ്ട് കല്ലുകൾക്കിടയിലൂടെ വളരെ നേർത്ത പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലതദ്ഹറന്നൽ ബിദഅ ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദറ മാ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ. പിന്നീട് ഒരു കാലഘട്ടം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ബിദ്അത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ പഠിപ്പിച്ചു തരാത്തതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പ്രകടമാവുകയും റസൂലിന്റെ യഥാർത്ഥ ചര്യ അത് നിങ്ങൾ ഇപ്പോൾ ഈ നേർത്ത പ്രകാശം കാണുന്നത് പോലെ സുന്നത്തിനെ വളരെ കുറച്ച് മാത്രം സമൂഹത്തിൽ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു അവരോട് പറയുകയുണ്ടായി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലതഫ്ശവുന്നൽ ബിദഅ, ബിദ്അത്തുകൾ, പുത്തനായ ആചാരങ്ങൾ, റസൂലിന്റെ ചര്യയുടെ പിൻബലമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് വ്യാപിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ തറക മിൻഹാ ശൈഉൻ, ആ ബിദ്അത്തുകൾ വ്യാപിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും ഒഴിവാക്കിയാൽ, ഖാലു, ജനങ്ങൾ പറയും, തറക്ത സുന്നഹ, നീ ഒരു സുന്നത്ത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന്. സുന്നത്തിന്റെ സ്ഥാനത്ത് ബിദ്അത്തുകൾ കടന്നു വരികയും ആ ബിദ്അത്തുകൾ വ്യാപകമായി സുന്നത്തുകളെക്കാൾ കൂടുതൽ സമൂഹത്തിൽ ബിദ്അത്തുകൾ പ്രചാരം നേടുകയും അതിന്റെ ആളുകളും അത് പ്രവർത്തിക്കുന്നവരും വർദ്ധിച്ചു വരികയും ആ ബിദ്അത്തുകൾ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഒരു സുന്നത്ത് ഉപേക്ഷിച്ചതുപോലെ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാം ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനെ അതിനോട് താരതമ്യം ചെയ്താൽ, അതിലേക്ക് ചേർത്ത് വായിച്ചാൽ ഇക്കാലഘട്ടം അതിന് യോജ്യമായ കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ ഹൃദയസ്പർശിയായ ഒരു വസിയ്യത്ത് നൽകുകയുണ്ടായി. സ്വഹാബികൾ പറയുകയാണ്, റസൂൽ ഞങ്ങൾക്ക് നൽകിയ ആ ഉപദേശം ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് പരിഭ്രാന്തി അടയുകയും ചെയ്തു എന്ന് സ്വഹാബികൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, അവർ റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഇതൊരു വിടവാങ്ങുന്ന ഒരു വ്യക്തി കൊടുക്കുന്ന ഉപദേശം പോലെയുണ്ടല്ലോ, താങ്കൾ ഞങ്ങൾക്ക് വസിയ്യത്ത് നൽകിയാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ആരാണോ ജീവിച്ചിരിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ
എന്റെ ഉമ്മത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നതാണ്. ഫഅലൈക്കും ബിസുന്നതി, ആ സമയത്ത്, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഹിദായത്തിലാക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് സന്മാർഗം നൽകിയ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയും വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, അണപ്പല്ലുകൊണ്ട് അതിനെ നിങ്ങൾ കടിച്ചു പിടിക്കുകയും ചെയ്യണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി എന്ത് ദീനിൽ ഉണ്ടാക്കപ്പെട്ടാലും അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് റസൂലിന്റെ പ്രവചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ നമുക്ക് നൽകിയ ഒരു താക്കീതാണ്. ഇങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട്. ഈ ഉമ്മത്ത് വ്യത്യസ്തങ്ങളായ കക്ഷികളായി ഭിന്നിച്ചു പോവുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും റസൂലിന്റെ ചര്യയിൽ നിന്ന് മാറിക്കൊണ്ട് റസൂല് പഠിപ്പിച്ചു തരാത്തതായ കാര്യങ്ങൾ ഈ ഉമ്മത്ത് അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണ് ആ സമയത്ത് നമ്മുടെ നിലപാട്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരുന്നായി പഠിപ്പിച്ചു തന്നത്. റസൂലിന്റെ സുന്നത്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്, സഹാബത്തിന്റെ മാർഗത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് നിസാരമായ ഒരു കാര്യമല്ല. ദീനിൽ പുതുതായി കാര്യങ്ങൾ കടത്തിക്കൂട്ടുക എന്നുള്ളത് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് റസൂല് പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം അത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദീനിൽ നമ്മൾ അനുഷ്ഠിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ ചോദിച്ചതായി കാണാം, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ, അല്ലാഹുവിന്റെ അനുമതിയില്ലാത്ത ഒരു കാര്യം ദീനിൽ നിങ്ങൾക്ക് ശറഅാക്കി തരാൻ നിങ്ങൾക്ക് വല്ല കൂട്ടാളികളുമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപത്തിന്റെ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം, നമ്മുടെ ദീനിൽ നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി കടത്തിക്കൂട്ടുകയും അത് ആചരിക്കുകയും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്, അത് ആചരിക്കേണ്ടതല്ല, അതിന് പ്രതിഫലം ലഭിക്കുന്നതല്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ആളുകൾ ആകെ ഒരു പ്രയാസത്തിലാകുന്ന അവസ്ഥയാണ്. കാരണം ഏതാണ് ബിദ്അത്ത്, ഏതാണ് സുന്നത്ത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് സാധാരണക്കാരായ ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇബാദത്തുകളുടെ വിഷയത്തിൽ ഈ അടിസ്ഥാനം നമ്മൾ പഠിച്ചു വെച്ചാൽ സമാധാനമുള്ളൊരു കാര്യമാണ്. നമുക്ക് മനസ്സിന് സമാധാനം വരുന്നതാണ്. ഇബാദത്തുകളുടെ വിഷയത്തിൽ, ആരാധനകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചുവോ അതേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, രണ്ടാളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഒരാൾ പറയുകയാണ് ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇത് പുണ്യമുള്ള കാര്യമാണ്, ഇത് ചെയ്താൽ പ്രതിഫലമുണ്ട് എന്ന് ഒരുത്തൻ വാദിക്കുന്നു എന്നിരിക്കട്ടെ. മറ്റൊരുത്തൻ, രണ്ടാമത്തവൻ പറയുകയാണ് ഇല്ല, ഇത് റസൂല് പഠിപ്പിച്ചു തരാത്ത കാര്യമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് രണ്ടുപേർ തമ്മിൽ തർക്കത്തിലായി കഴിഞ്ഞാൽ തെളിവ് കൊണ്ടുവരേണ്ടത് ഇത് ഉണ്ട് എന്ന് വാദിക്കുന്നവനാണ്, ഇത് ഇബാദത്താണ്, ഇത് സൽക്കർമ്മമാണ് എന്ന് വാദിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ അവൻ തിരിച്ച് ചോദിക്കുകയല്ല വേണ്ടത്. പല ആളുകളും ചോദിക്കുന്നത് പോലെ, എന്താണ് ചോദിക്കാറ്? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? ഈ ചോദ്യത്തിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് എങ്കിൽ വർഷം വർഷം ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയതായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറഞ്ഞു വെക്കുക? അതുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ ചെയ്യുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. നമുക്ക് ചോദിക്കാനുള്ളതും ഇന്നാട്ടിലുള്ള പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായി തന്നെയാണ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്,
പക്ഷേ ഈ ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവെവിടെ? തെളിവുണ്ട് എങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടാം. അതല്ലാതെ നിങ്ങൾ തിരിച്ചു ചോദിക്കുകയല്ല വേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന്. അങ്ങനെ ഒരു ചോദ്യമില്ല സഹോദരങ്ങളെ. എന്നാൽ നേരെ മറിച്ച് മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളാണ് എങ്കിൽ, ആദത്തുകളാണ് എങ്കിൽ, നമ്മൾ തമ്മിൽ പരസ്പരമുള്ള ഇടപാടുകളും അതുപോലെ ദുനിയാവിന്റെ വിഷയങ്ങളാണ് എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്തും ചെയ്യാമെന്നുള്ളതാണ്. ദീൻ വിരോധിച്ചതൊഴികെ എന്തും ചെയ്യാം. ഒരാൾ തമ്മിൽ തർക്കത്തിലായി, ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, ഒരുത്തൻ പറയുകയാണ് ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ്. അപ്പോൾ ആ തുടങ്ങിയവൻ പറഞ്ഞു ഇല്ല, ഇത് ചെയ്യാം, ഇതിന് പ്രശ്നമൊന്നും ദീനിൽ കാണുന്നില്ല. ആരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് സഹോദരങ്ങളെ? ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. കാരണം ദുനിയാവിന്റെ വിഷയത്തിൽ എന്തും നമുക്ക് ചെയ്യാം. ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ, പ്രത്യേകമായി ദീനുൽ ഇസ്ലാം വിലക്കിയ കച്ചവടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇടപാടുകളുണ്ട്, അതുപോലെ തന്നെ പല കരാറുകളുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. എന്നാൽ നേരെ മറിച്ച് ആരാധനകളുടെ വിഷയത്തിൽ അപ്രകാരമല്ല, ചെയ്യാമെന്ന് വാദിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നാട്ടിൽ പല ആളുകളെയും ബിദ്അത്തിന്റെ കക്ഷികൾ, അതിന് നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരായ ആളുകൾ അവരുടെ അനുയായികളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ ചോദിക്കാറുള്ളത് ഇപ്രകാരമാണ്: പല കാര്യങ്ങളും കൊണ്ടാടുമ്പോൾ, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പല ദിക്ർ ഹൽഖകൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർ ദീനിൽ പുതുതായി കൊണ്ടുവന്ന് അവർ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അതിന്റെ പേരിൽ പൈസയും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന സമയത്ത്, നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ സാധാരണക്കാരായ ജനങ്ങളെ ചോദിച്ച് പറ്റിക്കാറുള്ള കാര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമില്ല സഹോദരങ്ങളെ. ഇബാദത്തിന്റെ വിഷയത്തിൽ ഇക്കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പല വിഷയങ്ങളിലും നമുക്ക് കൃത്യമായ ഒരു ദിശാബോധം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, എപ്പോഴാണ് ഒരു കാര്യം ബിദ്അത്താവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതുതായി ദീനിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ആചാരമായ ഒരു കാര്യം മാറുക എപ്പോഴാണ്? ഒരു ഉദാഹരണം പറയുക. ഉദാഹരണങ്ങളിലൂടെ കാര്യം വ്യക്തമാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ഗ്രഹിക്കാൻ താല്പര്യം കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കാര്യം അതിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, ആ കാര്യം പിന്നീടാണ് അതിന്റെ ആവശ്യം കടന്നു വരുന്നത് എങ്കിൽ ആ കാര്യം നമുക്ക് ദീനിൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഇപ്രകാരമുള്ള മുസ്ഹഫുകൾ 2 ചട്ടക്കുള്ളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ഹഫുകൾ പ്രിന്റ് ചെയ്തു വന്നിട്ടില്ല, അവർ മനഃപ്പാഠമാക്കുകയായിരുന്നു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹുഫാദുകളായ ഹാഫിളീങ്ങളായ ഖുർആൻ മനഃപ്പാഠമാക്കിയ 70ഓളം വരുന്ന സഹാബത്തിനെ വഞ്ചിച്ച് ചതിയിൽ അകപ്പെടുത്തി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി, ഇങ്ങനെ പോവുകയാണ് എങ്കിൽ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ പിന്നീട് വിശുദ്ധ ഖുർആൻ അത് ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കൾ ഖുർആൻ ക്രോഡീകരിക്കാൻ ആളുകളെ ഏൽപ്പിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഈ ആവശ്യം, ഈ പറഞ്ഞൊരാവശ്യം റസൂലിന്റെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. ഈ ആവശ്യം വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മുസ്ഹഫിന്റെ രൂപത്തിൽ ക്രോഡീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, അത് ബിദ്അത്താവുകയില്ല. പല ആളുകളും ബിദ്അത്തുകൾ എതിർക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പിന്നീട് ക്രോഡീകരിച്ചില്ലേ, അത് ബിദ്അത്തല്ലേ? അത് ബിദ്അത്താവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത പുതുതായ ഒരു ആവശ്യം, ഒരു കാരണം വന്നതുകൊണ്ട് ചെയ്യപ്പെട്ടതാണത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ അതിനുള്ള സാഹചര്യമില്ലായിരുന്നിരിക്കട്ടെ. ആ ഒരു സാഹചര്യവും അതിനുള്ള സാധ്യതയും സാങ്കേതിക വിദ്യയുമെല്ലാം പിന്നീടാണ് രൂപപ്പെട്ടതെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്, അതും ബിദ്അത്തിൽ പെടുകയില്ല. ഉദാഹരണം പറയുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കോളേജുകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്രസ സംവിധാനങ്ങളോ
ബിൽഡിങ്ങുകളോ നമുക്ക് കാണുക സാധ്യമല്ല. കാരണം അന്നതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അതിനുള്ള സാഹചര്യമില്ലായിരുന്നു, അതിനുള്ള സാങ്കേതിക വിദ്യകളില്ലായിരുന്നു. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന മൈക്ക് പല ആളുകളും സാധാരണക്കാരായ ആളുകളെ വിഡ്ഢികളാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ, അത് ബിദ്അത്തല്ലേ എന്ന്. എന്തൊരു വിഡ്ഢിത്തരമായ ചോദ്യമാണ് സഹോദരങ്ങളെ. മൈക്ക് പിന്നീടാണ് കണ്ടുപിടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതിനുള്ള സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. ആളുകളിലേക്ക് ബാങ്കും അതുപോലെ തന്നെയുള്ള റസൂലിന്റെ ഖുതുബകളും ഉപദേശങ്ങളുമെല്ലാം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് ഇതിനുള്ള സാഹചര്യവും സാങ്കേതിക വിദ്യയും ഒത്തിരുന്നുവെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. പക്ഷെ അതില്ലായിരുന്നു. അത് പിന്നീടാണ് വന്നത്. ആവശ്യം വന്നുണ്ട്, പക്ഷേ സാഹചര്യം വന്നില്ല. സാഹചര്യം പിന്നീടാണ് വന്നത്. ആ ഒരു സാഹചര്യം ഒത്തുവന്നാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അത് പുത്തനായ ആചാരമാവുകയില്ല, അത് ബിദ്അത്തായി കണക്കാക്കപ്പെടുകയില്ല. എന്നാൽ ബിദ്അത്താവുക എപ്പോഴാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് കാര്യത്തിനുമെതിരായി സംഭവിച്ചാൽ അത് ബിദ്അത്താവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ട്. റസൂലിനത് ചെയ്യാമായിരുന്നു. സാഹചര്യവുമുണ്ട്, ആവശ്യവുമുണ്ട്, സാഹചര്യവും ഒത്തു വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മൾ പിന്നീട് ചെയ്താൽ അതാണ് ബിദ്അത്ത്, അതാണ് ബിദ്അത്ത്, അതാണ് പുത്തനാചാരം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഒരു വിഭാഗം ആളുകൾ വന്ന് മദീനയിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവരുടെ കയ്യിൽ ഏതാനും ചില ചെറിയ കല്ലുകൾ ഓരോരുത്തരും കയ്യിൽ പിടിച്ചിട്ട് വട്ടം കൂടിയിരുന്ന് പള്ളിയിൽ ഇരുന്നു കൊണ്ട് അതിൽ ഒരാൾ പറയുകയാണ്, കബ്ബിറൂ മിഅ, നിങ്ങൾ ഈ കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുക. അതുപോലെ തന്നെ തസ്ബീഹ് ഈ കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് ചെല്ലുക. അതുപോലെ തന്നെ തഹ്ലീൽ ചെല്ലുക ഈ കല്ലുകൊണ്ട് എണ്ണം പിടിച്ച്. ഇത് കണ്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അത്ഭുതമായി. ഇങ്ങനെ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തെക്കാൾ അറിവുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം അവരോടായിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ? അവർ പറഞ്ഞു, യാ അബൂ അബ്ദുറഹ്മാൻ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ചെയ്യുന്നത് തക്ബീർ എണ്ണം പിടിക്കുകയാണ്, തഹ്ലീൽ എണ്ണം പിടിക്കുകയാണ്, അതുപോലെ തന്നെ തസ്ബീഹ് എണ്ണം പിടിച്ച് ചെയ്യുകയാണ്. നല്ലൊരു കാര്യമല്ലേ? സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് ദോഷമായ കാര്യമാണോ? നല്ല കാര്യമല്ലേ? അതെ. അല്ലാഹു അക്ബർ ചെല്ലുന്നത് നല്ല കാര്യമല്ലേ? അതെ. അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇതിനോട് സാദൃശ്യമുള്ള കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഓ, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്, ഞാനും നിങ്ങളുടെ കൂടെ കൂടാമെന്നാണോ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? അദ്ദേഹം പറയുകയാണ്, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ എണ്ണി കണക്കാക്കുക. ഫഅന ളാമിനുൻ അല്ലാ യദീഅ മിൻ ഹസനാതികും ഷൈ, നിങ്ങളുടെ നന്മകളിൽ നിന്ന് ഒന്നും തന്നെ പാഴായി പോവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നൽകാം. അല്ലാഹു അതിന് പ്രതിഫലം നൽകുന്നതാണ്. നന്മകൾ നിങ്ങൾ എണ്ണേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ എണ്ണി കണക്കാക്കുക. വൈഹക്കും, നിങ്ങൾക്ക് നാശം. യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതുകും, നിങ്ങൾ എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചു പോയത്, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്, നാശത്തിലകപ്പെട്ടു പോയത്. ഹഉലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാണുന്നത് റസൂലിന്റെ കൂടെ സഹചരിച്ച അദ്ദേഹത്തിന്റെ സഹാബത്താണ് ഇവിടെയുള്ളത്. മുതവാഫിറൂൻ, അവർ ധാരാളമുണ്ട്, അവർ മരണപ്പെട്ടു പോയിട്ടില്ല. വഹാദിഹി സിയാബുഹു ലം തുബ്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഇവിടെയുണ്ട്, അത് നുരുമ്പിച്ചു പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗത്തെക്കാൾ ഉത്തമമായ മാർഗത്തിലാണ് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ഔ മുഫ്തതിഹു ബാബദ്ദലാല, അതല്ലെങ്കിൽ നിങ്ങൾ ഔ മുഫ്തതിഹു ബാബദ്ദലാല,
അതല്ലെങ്കിൽ നിങ്ങൾ ബലാലത്തിന്റെ വാതിലുകൾ നിങ്ങൾ തുറക്കുകയാണോ എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക അവർ ചെയ്തത് എന്താണ്? അല്ലാഹു അക്ബർ എണ്ണം പിടിച്ച് പറയുകയാണ് ചെയ്തത്. പള്ളിയിലിരുന്നാണ് ചെയ്തത്, കൂട്ടം കൂടിയാണ് ചെയ്തത്. നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ നാട്ടിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. എന്തൊന്ന് ചെയ്യണമെങ്കിലും സഹോദരങ്ങളെ, ദീനിന്റെ അടിസ്ഥാനം റസൂലിന്റെ സുന്നത്തോ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ പിൻബലമോ നമുക്ക് വേണം. അതിന്റെ എണ്ണത്തിൽ വേണം. ആ എണ്ണം റസൂല് പഠിപ്പിച്ചു തന്നതിന് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ രൂപം, അളവ് അത് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ആ സ്ഥലം കൃത്യമായിരിക്കണം. റസൂൽ എവിടെ വെച്ചാണോ ചെയ്തത് ആ രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ. റസൂൽ ഏത് ഇനമാണോ ചെയ്തത് ആ ഇനമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ വരുന്നത് ഉദ്ഹിയ്യത്താണ്. ഉദ്ഹിയ്യത്തിൽ റസൂല് പഠിപ്പിച്ചു തന്ന ആടുമാട് ഒട്ടകമല്ലാതെ അതാണ് ഉദ്ഹിയ്യത്തിൽ ഈ ഇനത്തിൽപ്പെട്ട മൃഗത്തെയാണ് അറക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാൾ വന്നുകൊണ്ട് ഒരു 1000 കോയിനെ അറുത്തു എന്നിരിക്കട്ടെ, വലിയ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, വലിയ സമ്പത്ത് ചെലവഴിച്ച് ചെയ്യുകയാണ്. 1000 കോയിനെ അറുത്തു ഉദ്ഹിയ്യത്തിന്. ഇത് സ്വീകരിക്കപ്പെടുമോ? വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്, ഇല്ല എന്നുള്ളതാണ്. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുമാട് ഒട്ടകം എന്ന ഈ 3 ഇനത്തിൽപ്പെട്ടതിനെ ബലിയെറുക്കാൻ ദീൻ അനുവദിച്ചിട്ടുള്ളൂ. അതിനപ്പുറം നമുക്ക് എത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്താലും അത് നമുക്ക് ദീനിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ ആ സമയവും എല്ലാം പാഴായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഇത് വലിയൊരു സുന്നത്താണ് എന്ന് വാദിച്ചുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ ആ ബിദ്അത്തിന്റെ കുറ്റവും നാളെ നമുക്ക് പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ദീൻ പഠിക്കുക സഹോദരങ്ങളെ. എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ എല്ലാം പരിണിത ഫലം? ബിദ്അത്തിന്റെ പ്രശ്നം എന്താണ്? ദീനിലില്ലാത്തത് പുതുതായി ചെയ്താലുള്ള പ്രശ്നം എന്താണ്? പയ്യെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുമെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് തീരുന്നില്ല അതിന്റെ പ്രതിഫലനം. എന്താണ് കാരണം? ഈ വട്ടം കൂടി ഇരുന്ന ആളുകളെ പറ്റി പിന്നീട് പറയുകയാണ് അംർ ഇബ്നു സലമ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, റഅയ്നാ ആമ്മത ഉലൈകൽ ഹിലഖ്, ആ ഹൽഖയിലുണ്ടായിരുന്ന അന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്ത ആ കൂട്ടത്തിലുണ്ടായിരുന്ന പുതുതായ ഒരു ആചാരം കൊണ്ടുവന്ന ആ തസ്ബീഹും തഹ്ലീലും തക്ബീറും കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് ആ തസ്ബീഹും തഹ്ലീലും നടത്തിയിരുന്ന ആ കൂട്ടത്തിൽ അധികം ആളുകളെയും ഞങ്ങൾ കണ്ടിരുന്നു. യുതാഇനൂനനാ യൗമൻ നഹ്റുവാൻ മഅൽ ഖവാരിജ്, നഹ്റുവാനിൽ ഖവാരിജുകളുടെ കൂടെ ദീനിൽ നിന്ന് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഖവാരിജുകളുടെ കൂടെ ഞങ്ങൾക്ക് നേരെ തർക്കിക്കാനായി അവരെ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അംർ ഇബ്നു സലമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഇതാണ് പ്രശ്നം. ദീനിൽ നിന്ന് പയ്യെ ഓരോരോ കാര്യങ്ങളായി പുതുതായി ചെയ്ത് റസൂലിന്റെ പിൻബലമില്ലാത്തത് ചെയ്ത് നാം നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തുകളുടെ സ്ഥാനത്ത് ബിദ്അത്ത് വന്ന് കുമിഞ്ഞുകൂടി ആളുകൾ ബിദ്അത്തിനെ സുന്നത്തായി കണക്കാക്കുകയും സുന്നത്തിനെ ബിദ്അത്തായി കണക്കാക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരികയും ബിദ്അത്ത് ചെയ്യാത്തവൻ, ആ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന ബിദ്അത്തിന് കൂടെ നിൽക്കാത്തവൻ, അവൻ പുത്തംവാദിയായി ചാപ്പകുത്തപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പല ആളുകളും സുന്നത്തിന്റെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ നമുക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. ദീൻ നമുക്ക് ഏറെ പ്രാധാന്യമുള്ള കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ളത് ദീനാണ്. ഇന്ന് കണ്ണ് ചിമ്മി ഖബറിലേക്ക് എടുത്തു വെക്കപ്പെട്ടാൽ അവിടെ മുതൽ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് ദീനേയുള്ളൂ, ദുനിയാവില്ല. പ്രശ്നം ദുനിയാവില്ല. ദുനിയാവിന്റെ ഒന്നും നമുക്ക് ഉപകാരപ്പെടുന്നതല്ല, സ്വാലിഹായ മക്കളൊഴികെ, ജാരിയായ സ്വതഖയൊഴികെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ നമ്മൾ ആത്മാർത്ഥമായി മുഖവിലക്കെടുക്കുക, കാര്യമായി അതിനെ ഗൗനിക്കുക, അതിന്റെ വിഷയത്തിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കുക, കൃത്യമായ സുന്നത്തിന്റെയും ഹദീസിന്റെയും ആയത്തുകളുടെയും പിൻബലമുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുക, ആത്മാർത്ഥമായി നമ്മുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുക, കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين
وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, നമുക്കറിയാം, ഇപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഈ 10 ദിവസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ് എങ്കിൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകളാണ്. ഈ പകലുകളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട യുദ്ധം അത് നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ എന്നുള്ളത്. ഈ മാസങ്ങളിൽ നമ്മൾ മറ്റു മാസങ്ങളിൽ ഒരു തിന്മ ചെയ്യുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രത്യേകം 4 മാസം നിങ്ങൾക്ക് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാക്കി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്യരുത്. സ്വന്തത്തോട് അതിക്രമം ഒരു മാസത്തിലും ചെയ്യാൻ പാടില്ല, 12 മാസത്തിലും ചെയ്യാൻ പാടില്ല. പക്ഷെ പ്രത്യേകം ഈ മാസങ്ങളിൽ അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് സഹോദരങ്ങളെ? മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ്, ശിക്ഷ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ഒരു തിന്മ അതേ അളവിൽ അതേ രൂപത്തിൽ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്താൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം, പരമാവധി എല്ലാ ഹറാമുകളിൽ നിന്നും തിന്മകളിൽ നിന്നും പൂർണ്ണമായും ഈ 10 ദിവസങ്ങളിൽ നമ്മൾ മാറി നിൽക്കുക, തുടർന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ നന്മകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ 5 വഖത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നില്ല എങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തായി പോയി നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് ചെയ്യാത്തവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനിൽ ദീൻ അവൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മേൽ നിർബന്ധമായ കാര്യങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെതായ രൂപത്തിൽ റസൂൽ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ പരിശ്രമിക്കുക, ഏറ്റവും ആദ്യമായിക്കൊണ്ട്. പിന്നീട് സുന്നത്തായ കർമ്മങ്ങൾ ഈ സമയങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കുക. നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പെടുക്കുക, ആത്മാർത്ഥമായി ഇബാദത്തുകളിൽ മുഴുകാൻ പരിശ്രമിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഇബാദത്തുകൾ മുഴുകുവാൻ സാധിക്കാത്തവൻ അവൻ നഷ്ടക്കാരനാണ് എന്നാണ്. നമ്മളാകട്ടെ ഈ വിഷയത്തിൽ അശ്രദ്ധയിലാണ്. നമ്മൾ ഓരോരുത്തരും പല നിലക്കുള്ള ശ്രദ്ധയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ഈ ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت